വ്ളോഗ്. ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇന്നൊരു ഡ്യൂട്ടി വ്ളോഗാണ്. ഫുള്ളൊന്നുമില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് വരാം കേട്ടോ. ഷോപ്പൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി അറ്റൻഡൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നേരെ ക്ലീനിങ് പരിപാടിക്ക് കിടന്നിട്ടുണ്ട്. ഒരു ഹാഫ് അവറൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഡ്യൂട്ടി. ഇന്നിപ്പോൾ മൺഡേ ആണ്, അതുകൊണ്ട് മെഡിസിൻസ് ഒന്നും വന്നിട്ടില്ല. കാരണം ഇന്നലെ സൺഡേ ആണല്ലോ, കൊറിയർ സർവീസ് ഒന്നും ഉണ്ടാവില്ലേ. അതുകൊണ്ട് ഇന്ന് മെഡിസിൻ ചെക്ക് ചെയ്യുന്ന ഡ്യൂട്ടി നമുക്കില്ല കേട്ടോ. നമ്മളിവിടെ സൺഡേ നൈറ്റ് വരുന്ന മെഡിസിൻസ് മൺഡേ മോർണിംഗ് ചെക്ക് ചെയ്യുക, അങ്ങനെ കേട്ടോ ചെയ്യാറ്. ഇതിപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ കുറേ ബില്ലൊക്കെ ലോഡായി കിടക്കുന്നുണ്ടേനു, അതൊക്കെ ഒന്ന് ഫയൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇതിപ്പോൾ മാസം മെയ് ആയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ ബില്ലായിട്ട് ഈ ലോഡായി കിടക്കുന്ന ബില്ല് ഫുള്ളും. ഇവിടെ ഇങ്ങനെ മന്ത്ലി വൈസ് ആണ് ഫയൽ ചെയ്യാറ്. ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ബില്ലിൻ്റെ നമ്പറും ഡേറ്റും ആണ് കേട്ടോ മെയിനായിട്ട് നോക്കാറ്. അങ്ങനെ ബില്ലൊക്കെ ഒന്ന് റെഡിയാക്കി പഞ്ച് ചെയ്തിട്ട് ആ ഹോളിൽ നമ്മൾ ഫയലിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് അറ്റാച്ച് ചെയ്യാട്ട് ചെയ്യാൻ. ഞാൻ പറയുമ്പോൾ മനസ്സിലാവുമെന്നറിയില്ല, പക്ഷെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പേഷ്യൻസിന് കോൾ ചെയ്യാണ്. എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള ജോബ് ഇതാണ്. കാരണം നമ്മൾ വിളിക്കുമ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർക്ക് പലർക്കും പല ബിഹേവിയറും പല മൂഡും ആവുകയെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. ഓല മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് ബില്ലെടുക്കുന്നുണ്ട്. ബില്ലെടുത്താലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റാക്ക് ബില്ലിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മെഡിസിൻസൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ റാക്കിൽ പോയി മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഓരോ ടൈമും കാര്യങ്ങളും കറക്റ്റ് എഴുതി കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കുക വേണം എത്ര ദിവസത്തിന് എങ്ങനെ കഴിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. പിന്നെ ഇപ്പം ക്യാഷൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ മെഡിസിൻസിൽ നമ്മൾ ഷോർട്ട് ഉള്ളതൊക്കെ നമ്മൾ എഴുതി വെക്കൂട്ടോ. അപ്പോൾ ഓരോ പേഷ്യൻസ് പോയാലും ഓരോ ഷോർട്ടുള്ള ഐറ്റംസ്, ഇവിടെ ഒരു ഷോർട്ട് ബുക്ക് ഉണ്ട്, ആ ബുക്കാണ് ഇട്ടത്. ഈ ബുക്കിൽ നമ്മൾ എല്ലാ ദിവസത്തെയും ഷോർട്ട് ഐറ്റംസ് എഴുതി വെക്കൂട്ടോ. പിന്നെ ഇപ്പോൾ ഒരു 15 മിനിറ്റ് ടീ ബ്രേക്കാണ്. അതിലിപ്പോൾ ഞാനിന്ന് ലൈമും കല്ലുമക്കായി ആട്ടോ കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഷോർട്ടുള്ള ഐറ്റംസൊക്കെ ബാക്കിലെ സ്റ്റോക്ക് റൂമിൽ നിന്ന് എടുത്തിട്ട് മുന്നിൽ ഒന്ന് റെഡി ആക്കുന്നുണ്ട് ഷോർട്ട് ഐറ്റംസൊക്കെ. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 2 മണിയാണ്. ഇനിയിപ്പോൾ 1 മണിക്കൂർ എൻ്റെ ലഞ്ച് ടൈം ആട്ടോ. അങ്ങനെ ഞാൻ നേരെ നിസ്കരിക്കാൻ പോവുകയാണ്. ഇവിടെ ഫാർമസിൻ്റെ അടുത്തുള്ളൊരു പള്ളിയാട്ടോ ഇത്. നല്ല അടിപൊളി പള്ളിയാണ്. അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ ഫുഡ് കഴിക്കാനാട്ടോ പോവുക. അപ്പോൾ ഫുഡ് കഴിക്കാനാട്ടോ ഞാൻ ഇപ്പോൾ പോകുന്നത് ഗൈസ്. ഹലോ ഗൈസ്. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡ്യൂട്ടി ഉണ്ടാവുക എനിക്ക് ക്ലിനിക്കിലാട്ടോ. ആഫ്റ്റർനൂൺ വർക്ക് വരുന്നത് ക്ലിനിക്കിലാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ എനിക്ക് വലിയ ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ എൻ്റെ പേഷ്യൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് എഴുതി വെക്കണം. അതുപോലെ തന്നെ കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കണം. ഡോക്ടേഴ്സിൻ്റെ റൂമും കാര്യങ്ങളും പിന്നെ ടോക്കണും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കണം. അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ഇവിടെ ഉള്ളൂ. പിന്നെ മരുന്നെടുത്തെടുക്കുക, ആ ഒരു പണിയേ ഉള്ളൂ കേട്ടോ ഇവിടെ. അപ്പോൾ ഞാനിപ്പോൾ പേഷ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുകയാണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യാണ് കേട്ടോ. ഇത് കഴിയുമ്പോൾ ഏകദേശം ടൈം ഒരു 3:30 ആവും. അപ്പോൾ പിന്നെ ഡോക്ടർ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കും കേട്ടോ. ഇതൊക്കെ ഇവിടെ മെയിനായിട്ട് പണികളായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ പേഷ്യൻസിന് മരുന്നും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിപ്പോൾ ഇവിടുത്തെ ഷീറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ഫാർമസി ആട്ടോ ഇത് ക്ലിനിക്കിലുള്ള. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം 4 മണിക്കായി ഉണ്ടാവും. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കച്ചറായി കിടക്കുന്നൊക്കെ ഒന്ന് ക്ലീൻ ആക്കി നേരെ വീട്ടിൽ പോവുകയാണ് ഇനി ഉള്ളത്. ഇനിയിപ്പം പണിയൊന്നും ഇല്ല. നേരെ 4:30 ആയ ടൈം. എനിക്ക് 4:30 വരെ ഡ്യൂട്ടി ഉള്ളേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.